പരിശുദ്ധ കന്യകാമറിയത്തിന്റെ 7 സന്തോഷങ്ങൾ എന്ന് അറിയപ്പെടുന്ന ഫ്രാൻസിസ്കൻ കിരീട ജപമാല മറിയത്തിന്റെ ജീവിതത്തിലെ സന്തോഷകരമായ സംഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജപമാലയാണ്. 15-ാം നൂറ്റാണ്ടിലോ 16-ാം നൂറ്റാണ്ടിലോ ജപമാല പ്രചാരത്തിലായതു മുതൽ കത്തോലിക്കർക്കിടയിൽ സമാനമായ നിരവധി ഭക്താനുഷ്ഠാനങ്ങൾ പ്രചാരത്തിലുണ്ട്. അത്തരമൊരു ഭക്തിയാണ് ഫ്രാൻസിസ്കൻ കിരീട ജപമാല അല്ലെങ്കിൽ സെറാഫിക് ജപമാല, മറിയത്തിന്റെ 7 സന്തോഷങ്ങളുടെ ജപമാല എന്നറിയപ്പെടുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 27-ന് കന്യകാമറിയത്തിന്റെ 7 സന്തോഷങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്നു. 15-ാം നൂറ്റാണ്ടിൽ ഒരു ഫ്രാൻസിസ്കൻ നോവിസിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അവളുടെ 7 സന്തോഷങ്ങളുടെ ബഹുമാനാർത്ഥം 7 രഹസ്യങ്ങളടങ്ങുന്ന ജപമാല ദിവസവും ചൊല്ലുന്നതിലൂടെ മാതാവിന്റെ ശിരസിൽ റോസാപുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച കിരീടം അണിയിക്കുന്നത് പോലെയാണെന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് ഫ്രാൻസിസ്കൻ കിരീട ജപമാല രൂപം കൊണ്ടത്. സാധാരണ ജപമാലയുടെ 5 സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ് ഫ്രാൻസിസ്കൻ കിരീട ജപമാല. മംഗളവാർത്ത, മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നു, ഈശോയുടെ ജനനം, പൂജ രാജാക്കന്മാരുടെ സന്ദർശനം, ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു, യേശുവിന്റെ പുനരുത്ഥാനം, മറിയത്തിന്റെ സ്വർഗാരോപണവും പരിശുദ്ധ അമ്മയുടെ കിരീടധാരണവും എന്നീ 7 സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങളാണ് ഫ്രാൻസിസ്കൻ കിരീട ജപമാലയിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത്.